ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ കയ്യാങ്കളി. അത് ശരി. ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിലാണ് സംഘർഷത്തിനുള്ളിൽ പ്രശ്നമുണ്ടായത്. അനുമതിയില്ലാതെ സ്റ്റേഷന്റെ ഉള്ളിൽ കയറി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കണ്ണൂരിൽ മാത്രമല്ല, പോലീസുകാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലാണ് കയ്യാങ്കളി. ശാസ്താംകോട്ടയിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. അനുമതിയില്ലാതെ സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയറിയതിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കയ്യാങ്കളി ഉണ്ടായിട്ടുണ്ട്. പോലീസുകാരെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്. എ വി ജയശങ്കറുണ്ട്. എ വി ജയശങ്കർ, കണ്ണൂർ പെരിങ്ങോത്ത് CPM പ്രവർത്തകർ സ്റ്റേഷനിൽ കയറി SHOയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ ഇതെന്താ സംഭവിച്ചത്? ശാസ്താംകോട്ടയിൽ ഡോക്ടർ അരുൺ, കഴിഞ്ഞ ദിവസമാണ് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനകത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രദേശത്തെ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ RSS ഡിവൈഎഫ്ഐ തർക്കമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കാൻ ചില ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ആ സ്റ്റേഷനിലെ ബെഞ്ചിൽ ഇരുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെയാണ് പ്രദേശത്തെ ചില മെയിൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് എത്തുകയും ഈ വിളിച്ചിരുത്തിയിരിക്കുന്ന ആളുകളെ കാണണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ പോലീസ് ഇതിന് അനുമതി നൽകിയില്ല. പിന്നാലെയാണ് ഈ പ്രവർത്തകർ അനുമതിയില്ലാതെ സ്റ്റേഷനിലുള്ളിലേക്ക് ഇരച്ചു കയറി. ഇതാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്കും സംഘർഷങ്ങളിലേക്കൊക്കെ നയിച്ചത്. ഇതോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടു. ഇങ്ങനെ ഇവിടെ അനുമതിയില്ലാതെ ഇങ്ങനെ കാണാൻ സാധിക്കില്ല, പ്രവേശിക്കാൻ പറ്റില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പറഞ്ഞു. ഇതാണ് പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു വാക്ക് തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അങ്ങനെ വലിയൊരു സംഘർഷാവസ്ഥ സ്റ്റേഷന് ഉള്ളിലുണ്ടായി. അങ്ങനെ പോലീസ് പ്രവർത്തകരെ സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ പോലും പുറത്തും സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ, വാക്കുതർക്കമൊക്കെ ഉണ്ടായി. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്തെ ശാസ്താംകോട്ട സ്റ്റേഷനിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത്. പക്ഷേ ഈ സംഭവം ഉണ്ടായി ഇത്രയും നേരമായിട്ടും ശാസ്താംകോട്ട പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേസെടുത്തിട്ടില്ല. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ, ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇത്തരത്തിൽ സ്റ്റേഷനിൽ കയറി പ്രശ്നമുണ്ടാക്കിയത്, ലോ ആൻഡ് ഓർഡർ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ അരുൺ, ഓക്കെ, തീർച്ചയായിട്ടും കേസെടുക്കേണ്ട പരിപാടിയാണ്. എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് ചോദിച്ചു. സ്റ്റേഷനിൽ കയറി ഇതേപോലെ കയ്യാങ്കളി കാണിച്ചിട്ട് പോയിട്ട് അത് സൗഹൃദ, നേരത്തെ പറഞ്ഞല്ലോ, ഈ സൗഹൃദ തള്ള്, സ്നേഹത്തള്ള് എന്ന് ഒരു പദപ്രയോഗം ഉണ്ടല്ലോ, അത് കോൺഗ്രസ്സുകാരുടെ സംഭാവനയാണ്. അതാണോ ശാസ്താംകോട്ടയിൽ സംഭവിച്ചത്? ഒരു സ്നേഹത്തള്ള്.